ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള അട്ടപ്പാടിക്കടുത്തുള്ള സൈലന്റ് വാലി എന്ന് പറയുന്ന ഒരു റെയിൻ ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ഒരുപാട് ഹെയർ പിൻ ബെൻഡുകളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ഹൈ റേഞ്ചിലേക്കെല്ലാം പോകുന്നൊരു ഫീലാണ് ഈ ഒരു വഴിയിലൂടെയുള്ള യാത്ര. നമ്മൾ പോകുന്ന വഴിക്ക് ഈ കാണുന്ന രീതിയിലുള്ളൊരു വലിയ ഹെയർ പിൻ ബെൻഡ് കാണാൻ പറ്റും. നമ്മൾ സൈലന്റ് വാലിക്ക് പോകുന്ന വഴിക്കുള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റ് കൂടിയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന മലനിരകളും കാടും എല്ലാം നമ്മുടെ സൈലന്റ് വാലിയുടെ തന്നെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ യാത്രയുടെ ക്ഷീണമെല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇറങ്ങി നിന്ന് കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ നിന്ന് ഏകദേശം 26 കിലോമീറ്ററാണ് സൈലന്റ് വാലി എന്ന് പറയുന്ന കാടിനകത്തേക്കുള്ള ദൂരം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫോറസ്റ്റ് ഓഫീസ് കാണാം. അവിടെ നമ്മുടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന വാഹനങ്ങളിൽ വേണം നമ്മൾ ഈ കാടിനകത്തേക്ക് പോകാനായിട്ട്. ഈ സൈലന്റ് വാലിയിലേക്കുള്ള യാത്രയുടെ ഇടയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ചെറിയൊരു പാലമാണ്. ഈ പാലത്തിൻ്റെ താഴത്തുകൂടെ ഒരു കാട്ടരുവി ഒഴുകുന്ന ഒരു കാഴ്ചയുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ്. എന്തായാലും കുറച്ചു നേരം നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ സൈലന്റ് വാലിയിലേക്കുള്ള വഴി മുന്നോട്ട് പോകുമ്പോൾ ഈ പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം തന്നെ ശരിക്കും നമ്മുടെ വാൽപ്പാറ അല്ലെങ്കിൽ നമ്മുടെ ഗവി എല്ലാം പോകുമ്പോൾ കാണുന്ന അതേ റോഡുകളും അതേ ഒരു ആംബിയൻസും ഒക്കെ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ച് ചെല്ലുമ്പോൾ തന്നെ ഈ കാണുന്ന ഒരു ജംഗ്ഷനിലേക്ക് നമ്മളെത്തും. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നേരെ ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ട ഫോറസ്റ്റ് ഓഫീസും അതുപോലെ തന്നെ സൈലന്റ് വാലിയും വരുന്നത്. ഈ കാണുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ് നമ്മൾ ഇന്ന് സൈലന്റ് വാലിയിലേക്കുള്ള സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയെല്ലാം ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ജീപ്പിലോ അല്ലെങ്കിൽ ബസ്സിലോ മാത്രമാണ് നമുക്ക് സൈലന്റ് വാലിയുടെ അകത്തേക്ക് പോകാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിൽ നിന്നാണ് നമ്മൾ സൈലന്റ് വാലിയുടെ അകത്തേക്ക് പോകാനായിട്ടുള്ള ബസ്സിൻ്റെ ആണെങ്കിലും ജീപ്പിൻ്റെ ആണെങ്കിലും ടിക്കറ്റ് എല്ലാം എടുക്കേണ്ടത്. ഇങ്ങോട്ടേക്ക് ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ നേരിട്ട് വന്നാൽ നമുക്ക് ടിക്കറ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാനായിട്ടുള്ള നമ്പർ ഞാൻ എന്തായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ കാണുന്ന ജീപ്പിലാണ് നമ്മൾ ഇന്ന് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ കുറച്ച് ദൂരം നമ്മൾ ഇതേപോലെയുള്ള റെസിഡൻഷ്യൽ ഏരിയ വഴിയാണ് പോകുന്നത്. പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഈ കാണുന്നൊരു കണ്ടീഷനാണ്. മഴക്കാടിൻ്റെ അടുത്തായതുകൊണ്ടാവണം നമ്മൾ പോകുന്ന വഴിക്ക് റോഡിലെല്ലാം നല്ല രീതിയിൽ വെള്ളം കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റോഡിൽ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ പോയതിന് ശേഷമാണ് ഈ കാണുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ സൈലന്റ് വാലി വനത്തിനകത്തേക്ക് കയറുന്നത്. നമ്മൾ ഈ കാണുന്ന ഒരു കവാടത്തിന് ശേഷം ഏകദേശം ഒരു 12 കിലോമീറ്റർ വരുന്നത് പ്ലാന്റേഷനാണ്. കാപ്പിയും കുരുമുളകുമാണ് ഇവിടുത്തെ പ്രധാന കൃഷിയും. നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ ചെറിയ വീടുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലൊരു ബിൽഡിംഗ് കാണാൻ പറ്റും. ഇവിടെ താമസിക്കുന്ന ആളുകളുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു പഴയ സ്കൂളാണിത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്കൂള് വർക്കിംഗ് ഒന്നുമല്ല. ഈ ഒരു സ്കൂൾ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് വീടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ കണ്ട വീടുകൾ മാത്രമൊന്നുമല്ല, ഈ ഒരു കാടിൻ്റെ പല ഭാഗത്തായിട്ടും ഒരുപാട് ട്രൈബൽ വില്ലേജസ് ഉണ്ട്. എന്തായാലും പോകുന്ന വഴിക്ക് നമുക്കൊരു ട്രൈബൽ വില്ലേജും കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു വില്ലേജിൻ്റെ കാഴ്ചകൾ എന്തായാലും പുറകെ വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടുത്തെ സഫാരിയുടെ ചാർജസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഈ പോകുന്ന ജീപ്പിൽ മാക്സിമം 5 പേർക്ക് വരെ പോകാൻ പറ്റും. 5 പേർക്ക് പോകാനായിട്ട് വരുന്ന ചാർജ് എന്ന് പറയുന്നത് ഏകദേശം 3600 രൂപയാണ്. അതല്ല നമ്മൾ ഒരാളോ 2 ആളോ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ജീപ്പ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ചാർജ് ഏകദേശം 2300 തൊട്ട് 2600 രൂപ വരെയാണ്. ഈ ഒരു ജീപ്പ് അല്ലാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ബസ് സർവീസും ഇങ്ങോട്ടേക്ക് അവൈലബിൾ ആണ്. അതിന് ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് ഏകദേശം 650 രൂപയാണ്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രൈബൽ വില്ലേജ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈലന്റ് വാലിയിലെ അതായത് സൈരന്ധ്രി വനത്തിൻ്റെ അകത്തുള്ളൊരു ട്രൈബൽ വില്ലേജാണ്. നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ചെറിയ ചെറിയ ട്രൈബൽ വില്ലേജസ് എല്ലാം കാണാൻ പറ്റും. ഈ സൈലന്റ് വാലിയിലെ കാട്ടിൽ ശരിക്കും ഇതൊരു നിത്യഹരിത വനം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൈഡിലെല്ലാം പുല്ലും പച്ചപ്പും എല്ലാം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അനിമൽസിനെയൊക്കെ സൈറ്റിംഗ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ കാണുന്നത് ഒരു പ്ലാന്റേഷൻ്റെ ഏരിയ ആയതുകൊണ്ടാണ് ഇവിടെ അത്രയും തിക്കല്ലാത്തത്. ഇവിടെ സൈറ്റിങ്സ് കിട്ടാനായിട്ട് ചാൻസ് കുറവാണെങ്കിലും ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു കേഴമാനെ കണ്ടിരുന്നു. നമ്മൾ പക്ഷെ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു സൈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറയൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ ക്യാമറ എടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ കേഴവാൻ ഓടി കാടിനകത്തേക്കും പോയി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ കണ്ട നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്നൊരു മലയണ്ണാനാണ്. ഈ സൈലന്റ് വാലിയിൽ വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്ന 2 ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന മലയണ്ണാനും അതുപോലെ സിംഹവാലൻ കുരങ്ങുമാണ്. ഈ ഒരു വനത്തിന് ശരിക്കും സൈലന്റ് വാലി എന്നൊരു പേര് വരാനായിട്ടൊരു കാരണമുണ്ട്. നമ്മൾ സാധാരണ പോകുന്ന കാടുകളിലെല്ലാം തന്നെ ചീവീടുകൾ ഉണ്ടാക്കുന്നൊരു സൗണ്ട് ഉണ്ട്. ആ ഒരു ശബ്ദം നമ്മുടെ സൈലന്റ് വാലിയിൽ കേൾക്കാറില്ല. ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രദേശത്തിന് സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന് പേര് വന്നത്. ഇതുപോലെ തന്നെ ഈ ഒരു പേരിന് പിന്നിൽ മറ്റൊരു കഥ കൂടി പറയുന്നുണ്ട്. പാണ്ഡവന്മാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ പറയുന്ന ഈ ഒരു സ്ഥലത്തിന് ശരിക്കും പറയുന്നൊരു പേരെന്ന് പറയുന്നത് സൈരന്ധ്രി വനം എന്നാണ്. ഈ സൈരന്ധ്രി എന്ന് പറയുന്ന പേര് വന്നിരിക്കുന്നത് നമ്മുടെ പാഞ്ചാലിയുടെ മറ്റൊരു പേരാണ്. ഈ സൈരന്ധ്രി എന്നുള്ള പേര് കുറച്ചുകൂടി ഒന്ന് മോഡിഫിക്കേഷൻ എല്ലാം ചെയ്തിട്ടാണ് ഇപ്പോൾ പറയുന്ന സൈലന്റ് വാലി എന്ന് പറയുന്ന പേരിലേക്ക് വന്നതെന്നാണ് മറ്റൊരു കഥ. അതുപോലെ തന്നെ ഈ ഒരു കാട് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ ഒരു പ്രധാന ആവാസ വ്യവസ്ഥയാണ്. ഈ സിംഹവാലൻ കുരങ്ങുകളുടെ സയൻറ്റിഫിക് നെയിമായിട്ടുള്ള മക്കാക്ക സൈലൻനെസ് എന്ന് പറയുന്ന പേരിൽ നിന്നാണ് ഈ സൈലന്റ് വാലി എന്നുള്ള പേര് വന്നതെന്നും പറയുന്നുണ്ട്. നമ്മുടെ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു കാട്ടുകോഴിയായിരുന്നു. ഈ ഓടിപ്പോയത് പിടക്കോഴിയാണെങ്കിലും കാടിനകത്തായിട്ട് തന്നെ ഒരു പൂവന് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കാട്ടുകോഴിയിൽ ശരിക്കും പൂവനെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതിൻ്റെ ആ ഒരു തൂവലിൻ്റെ കളറും മൊത്തത്തിലുള്ള ആ ഒരു കളർ കോമ്പിനേഷനെല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെ നമുക്ക് തോന്നും. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു വെറൈറ്റി മരമാണ്. നമ്മുടെ റെയിൽവേ പാളത്തിൻ്റെ താഴെയായിട്ട് കോൺക്രീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ബീം പോലത്തെ ഒരു സാധനം കാണാറില്ലേ? പണ്ട് കാലത്ത് ഈ കാണുന്ന മരത്തിൻ്റെ തടി ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിരുന്നത്. അത്രയ്ക്ക് ബലമാണ് ഈ ഒരു മരത്തിൻ്റെ തടിക്ക്. അതിന് തൊട്ടടുത്ത് തന്നെ കണ്ട ഒരു പ്ലാവാണ്. നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന പോലുള്ള പ്ലാവല്ല. ഇതിലെ ചക്കയ്ക്ക് ഇത്തിരി വലിപ്പം കുറവാണ്. ഈ ഒരു ചക്ക എന്തോരം വലുതാകുമെന്നുള്ളത് അറിയാൻ പോലും നമുക്ക് പറ്റില്ല. കാരണം ഒരുവിധം പാകമാകുമ്പോൾ തന്നെ സിംഹവാലൻ കുരങ്ങുകളോ ആനയോ ഒക്കെ ആയിട്ട് വന്ന് അത് കഴിച്ചു തീർക്കും. ഈ സൈലന്റ് വാലിയുടെ ഒരു വിസ്തീർണം എന്ന് പറയുന്നത് ഏകദേശം 89 ചതുരശ്ര കിലോമീറ്ററാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് നാഷണൽ പാർക്കുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് കുറച്ചുകൂടി കുറവാണ്. അതുപോലെ തന്നെ സൈലന്റ് വാലിയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രദേശത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2380 മീറ്ററോളമാണ്. ഇത് ശരിക്കും ഒരു മഴക്കാടായതുകൊണ്ട് തന്നെ വർഷത്തിൽ ഏകദേശം 2800 മുതൽ 3400 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാറുണ്ട്. ഇതൊരു മഴക്കാടായതുകൊണ്ട് തന്നെ എപ്പോഴും കോടയും മഞ്ഞും തണുപ്പും ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട. കാരണം ഇവിടുത്തെ കൂടിയ താപനില എന്ന് പറയുന്നത് ഏകദേശം 39 ഡിഗ്രി വരെയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട മറ്റൊരു കാട്ടരുവിയാണ്. ഇതുപോലുള്ള ഒരുപാട് ചെറിയ കാട്ടരുവികൾ നമുക്ക് പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ പറ്റും. വണ്ടിയെല്ലാം നിർത്തി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു യാത്ര എൻജോയ് ചെയ്യാൻ പറ്റും. ഈ മരക്കൊമ്പിലിരിക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത്. ഈ സിംഹവാലൻ കുരങ്ങുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാട് നമുക്ക് ഇന്ന് ഈ കാണുന്ന രീതിയിൽ എൻജോയ് ചെയ്യാനും ഇവിടെ എല്ലാം വന്ന് പോകാനും സാധിക്കുന്നത്. അതിൻ്റെ കഥ എന്താണെന്നുള്ളത് ഞാൻ പുറകെ പറയാം. നമ്മൾ ഇന്ന് കാണുന്ന ഈ സൈലന്റ് വാലി എന്ന് പറയുന്ന ഈ ഒരു കാടിന് ഏകദേശം 70 ലക്ഷം വർഷം പഴക്കമാണുള്ളത്. അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് ജൈവ വൈവിധ്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 170 ഇനം പക്ഷികളെയാണ് ഈ ഒരു ഭാഗത്ത് കണ്ടെത്തിയിട്ടുള്ളത്.
അതിൽ തന്നെ നമ്മൾ ശ്രീലങ്കയിൽ പ്രധാനമായിട്ടും കണ്ടുവരാറുള്ള ഫ്രോഗ് മൗത്ത് അഥവാ മാക്കാച്ചിക്കാട എന്ന് പറയുന്ന ഒരു ബേർഡിനെയും ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മാക്കാച്ചിക്കാടയുടെ ഒരു വീഡിയോ നല്ല ക്ലോസപ്പ് റേഞ്ചിൽ നമ്മൾ ഇതിനു മുമ്പ് തട്ടേക്കാട് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്കാച്ചിക്കാടയെ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലൊരു ഫോറസ്റ്റ് ഓഫീസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇറങ്ങി നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. ഈ കാണുന്ന ഫോറസ്റ്റ് ഓഫീസിൽ നമുക്ക് 3 ദിവസം സ്റ്റേ ചെയ്ത് ഇവിടെയുള്ള കാട്ടിലൊക്കെ ട്രെക്കിങ് പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എല്ലാം ഉണ്ട്. പെർ ഹെഡ് ഏകദേശം 3000 രൂപയ്ക്ക് മുകളിലാണ് അതിന് വരുന്ന ചാർജ്. മിനിമം 20 പേരെന്തോ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യാൻ പറ്റൂ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ബുക്കിംഗ് നമ്പറിൽ വിളിച്ചാൽ മതിയാവും. നമ്മൾ ഈ കാണുന്ന മരവും നേരത്തെ കണ്ട റെയിൽവേ പാളത്തിന് ഉപയോഗിക്കുന്ന അതേ മരം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ജീപ്പിൽ കയറി വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ അടുത്ത സൈറ്റിംഗ് എന്ന് പറയുന്നത് വീണ്ടും ഒരു മലയണ്ണൻ തന്നെയാണ്. ആനയും കടുവയും പുലിയും എല്ലാം ഉള്ള ഒരു കാടാണെങ്കിലും നമ്മൾ ഈ പോകുന്ന ഒരു വഴിയിലൂടെ ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് സൈറ്റിങ്സ് കിട്ടാനായിട്ട് വളരെ ചാൻസ് കുറവാണ്. ഈ കാണുന്ന മലയണ്ണാനും കരിങ്കുരങ്ങും ഒക്കെ തന്നെയാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ കിട്ടുന്ന സൈറ്റിങ്സ്. പിന്നെ കാട്ടിൽ കയറി എപ്പോഴും അനിമൽസിനെ തന്നെ കാണണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനും പറ്റില്ല. നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും അനിമൽസ് ഉണ്ടെങ്കിൽ കാണാമെന്ന് മാത്രം. അനിമൽസിനെ കാണാൻ പറ്റില്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു ട്രിപ്പ് ചൂസ് ചെയ്യാൻ കാരണം ഈ ഒരു കാടിൻ്റെ വന്യതയും ആ ഒരു മനോഹാരിതയെല്ലാം ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ പോകുന്ന വഴിക്കേണ്ട മറ്റൊരു കാട്ടരുവിയാണ്. ഇതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാട്ടരുവികൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു മഴക്കാടായതുകൊണ്ട് തന്നെ മിക്കപ്പോഴും മഴയാണെങ്കിലും മഴക്കാലത്തിൻ്റെ സമയത്ത് ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്യാറുണ്ട്. ആ ഒരു ടൈമിലാണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലുള്ള ഒരുപാട് കാട്ടരുവികൾ കാണാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു ചെറിയ കവാടമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കവാടത്തിൽ നിന്നാണ് നമ്മുടെ സൈലന്റ് വാലി മഴക്കാടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന ഭാഗത്തെല്ലാം കാണുന്നത് നിത്യഹരിത വനമായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു പച്ചപ്പും ഹരിതാഭയും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന വണ്ടിയിൽ കുറച്ചുകൂടി ദൂരം മാത്രമാണ് നമുക്ക് ഈ കാണുന്ന കാഴ്ചകളെല്ലാം കണ്ടു പോകാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം നമ്മൾ നടന്നു വേണം കാടിൻ്റെ കാഴ്ചകളെല്ലാം കാണാൻ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലൊരു ബിൽഡിംഗ് കാണാൻ പറ്റും. ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നാണ് 1 വർഷം മുമ്പ് ഒരു വാച്ചറെ നൈറ്റിൽ കാണാതായത്. അതിനുശേഷം ഇതുവരെ ആളെ കണ്ടു കിട്ടിയിട്ടുമില്ല. നമ്മൾ ഈ കാണുന്നൊരു ഭാഗം വരെ മാത്രമാണ് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റൂ. ഇവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നടന്നു വേണം ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലൊരു വാച്ച് ടവർ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള ഒരു വാച്ച് ടവർ ആയതുകൊണ്ട് തന്നെ അതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മുഴുവൻ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം.
ഈ കാണുന്ന സ്റ്റേഴ്സിലൂടെയാണ് നമ്മൾ ഈ ഒരു വാച്ച് ടവറിന് മുകളിലേക്ക് കയറുന്നത്. അത്യാവശ്യം നല്ല കുത്തനെ ഉള്ളൊരു കയറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് കയറി മുകളിലേക്ക് എത്താനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ നടക്കുന്ന വഴിയിൽ ഈ നെറ്റ് വെച്ച് സൈഡെല്ലാം കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളായിട്ടാണെങ്കിലും മുകളിലേക്ക് കയറി വരാനായിട്ട് അത്രയ്ക്ക് റിസ്ക് ഇല്ല. കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ഈ ഒരു വാച്ച് ടവറിന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലൊരു കാഴ്ചയാണ്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് സൈലന്റ് വാലി മലനിരകളുടെ ഏകദേശം ഒരു 360 ഡിഗ്രി വ്യൂ കാണാൻ പറ്റും. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു പീക്ക് ഈ കാണുന്ന ഒരു മലയാണ്. ശരിക്കും ഈ ഒരു മല കാണുമ്പോൾ അതിന് മുകളിലേക്കൊന്ന് കയറിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടെങ്കിലും കോറേരി ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. വാച്ച് ടവറിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെ ഇതുപോലൊരു ചെറിയ പുഴ ഒഴുകുന്നത് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് കുന്തിപ്പുഴ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന മലകൾക്കും കാടിനും പാണ്ഡവന്മാരുടെ ഐതിഹ്യവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് തന്നെ അതിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് ഈ കാണുന്ന പുഴയ്ക്കും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുന്തിപ്പുഴയുടെ ഒരു കൈവഴിയാണ് തൂതപ്പുഴ. കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ടുള്ള ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയാണ് നമ്മൾ ഈ കാണുന്ന കുന്തിപ്പുഴ. ഒരു കാലത്ത് ഈ കുന്തിപ്പുഴ ക്രോസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തൂക്കുപാലമാണ് ഈ തകർന്നു കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഈ കോട മൂടിക്കിടക്കുന്ന ഒരു മലനിര കണ്ടില്ലേ? സൈലന്റ് വാലിയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഈ മലനിരയുടെ പേരാണ് അൻക്വിൻഡ. നമ്മൾ ഇന്ന് ഈ കാണുന്ന സൈലന്റ് വാലി ഇതേ രീതിയിൽ ഇവിടെ സംരക്ഷിച്ച് നിർത്താനായിട്ടുള്ളൊരു പ്രധാന കാരണം ഇവിടെയുള്ള സിംഹവാലൻ കുരങ്ങുകളാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് പറയാം. ഏകദേശം 1975 നമ്മുടെ കേരളത്തിൻ്റെ തന്നെ വൈദ്യുതി വകുപ്പ് നമ്മൾ ഈ കാണുന്ന മലയിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന ഈ കാണുന്ന വാച്ച് ടവറിനുള്ള മലയിലേക്ക് ഒരു ഡാം പണിയാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഡാം വന്നിരുന്നെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിരുന്നേനെ. ഇങ്ങനെ വെള്ളം നിറയുന്നതുകൊണ്ട് തന്നെ ഈ 70 ലക്ഷം വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു കാടിലെ ജൈവവൈവിധ്യവും ആവാസ വ്യവസ്ഥയും കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയനെ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻകുരങ്ങളുടെ പ്രസൻസാണ് ഈ ഒരു ഡാം കൺസ്ട്രക്ഷൻ ഒഴിവാക്കാനായിട്ടുള്ള പ്രധാന കാരണം. അങ്ങനെ വാച്ച് ടവറിൻ്റെ മുകളിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കാണാം. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം കാടിനകത്തൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കുന്തിപ്പുഴ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ കുന്തിപ്പുഴ കാണാനായിട്ട് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ താഴേക്ക് ഇറങ്ങി നമുക്ക് ആ മ്യൂസിയത്തിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം മുന്നോട്ട് പോകാം. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂസിയം. സൈലന്റ് വാലി കാടിനെക്കുറിച്ചും ഇവിടെയുള്ള ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചും ഈ ഒരു മ്യൂസിയത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അങ്ങനെ മ്യൂസിയത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ട്. കാടിനകത്തായതുകൊണ്ട് തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ ഈ ഒരു ടീ ഷോപ്പ് ഉള്ളത്. അത്യാവശ്യം ചായയും സ്നാക്സ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ചായ എല്ലാം കുടിച്ച് നമ്മൾ ട്രെക്കിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഈ കാണുന്ന വഴിയിലൂടെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് താഴത്തേക്ക് പോകാൻ പറ്റും. തൂക്കുപാലം ഉണ്ടായിരുന്ന സമയത്ത് കുന്തിപ്പുഴ വരെ പോയി ആ തൂക്കുപാലത്തിലെല്ലാം കയറിയതിന് ശേഷം നമുക്ക് തിരിച്ചു വരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തൂക്കുപാലം തകർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ കുന്തിപ്പുഴ വരെ പോകാനായിട്ട് നമുക്ക് പെർമിഷൻ ഇല്ല. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട മറ്റൊരു വെറൈറ്റി കാഴ്ചയാണ്. കാടിൻ്റെ പല ഭാഗത്തും ഇതുപോലെ പച്ച കളറിലുള്ള ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളമെല്ലാം എടുത്ത് ഇതുപോലെ കെട്ടി വെച്ചിരിക്കുന്നത് കാണാം. പ്രാണികളുടെയും മറ്റും സെൻസസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഒപ്പം വന്നേക്കുന്ന ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാട്ടോ. പുള്ളിനെ കണ്ട് നല്ല പരിചയം ഉണ്ടാവുമല്ലോ. നമ്മുടെ മിക്ക വീഡിയോയിലും ഉണ്ടാവാറുണ്ട് വിനീത്. ഇനി ഇവര് മലപ്പുറത്തുനിന്ന് വന്ന ആളുകളാട്ടോ. നമ്മുടെ ഒപ്പം ജീപ്പിലുണ്ടായിരുന്ന ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ഫൈസൽ, മൊറയൂർന്നാണ്, മലപ്പുറം ജില്ലയിൽ മൊറയൂർ. എൻ്റെ പേര് അബ്ദുസ്സലാം എന്നാണ്. അധ്യാപകനായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു പരിപാടിയിലാണ്. ഇപ്പോൾ മൊറയൂർ അടുത്ത അയൽവാസികളുണ്ട്. അടിപൊളി. അപ്പോൾ ഇത് നമ്മുടെ
ഡ്രൈവറും നമ്മുടെ ഗൈഡൊക്കെ ആയിട്ട് വന്നേക്കുന്ന അനൂപേട്ടനാണ് അടുത്ത ആൾ. ഞാൻ അബ്ദുൾ റഷീദ്, മലപ്പുറം ജില്ലയിലെ മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി അടുത്തുള്ള ആളാണ്. ഇങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്. 2ാമത്തെ പ്രാവശ്യമാണ് സൈലന്റ് വാലി വരുന്നത്. അങ്ങനെ നമ്മൾ സൈലന്റ് വാലിയിലെ ട്രെക്കിങ്ങും സഫാരിയും എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. നമ്മൾ ഈ കാട്ടിൽ കയറുമ്പോൾ വലിയ മൃഗങ്ങളെയും അല്ലെങ്കിൽ ബേർഡ്സിനെയും മാത്രമല്ല, ഒരുപാട് ചെറിയ ജീവികളെയും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ കാട്ടിൽ കയറുമ്പോൾ നമ്മുടെ കണ്ണ് വലുതിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇതിനെയൊന്നും പരമാവധി നമ്മൾ കാണാറില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും നമ്മൾ നടക്കുന്ന വഴിയിലെല്ലാം ഇതുപോലെ ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ജീവികളെല്ലാം നമുക്ക് കാണാൻ പറ്റും. കാഴ്ചയിൽ വളരെ ചെറുതാണെങ്കിലും ഇവരെയും കാണാനായിട്ട് ഒരു പ്രത്യേക രസം തന്നെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സൈലന്റ് വാലിയിലെ കാഴ്ചകൾ? അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.